ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ നല്ലിലയിലാണ്. 2100 സ്ക്വയർ ഫീറ്റിൽ 11 സെൻറ്റ് പ്ലോട്ടിൽ നിർമ്മിച്ചിട്ടുള്ള മനോഹരമായൊരു വീടിൻ്റെ കാഴ്ചകളുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് സജി മിനി ദമ്പതികളുടെ വീടാണ്. വളരെ മനോഹരമായിട്ട് തന്നെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഒക്കെ ചെയ്തിട്ടുള്ള അടിപൊളി വീടാണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളിലോട്ട് പോകാം. വെൽക്കം ടു അവർ ചാനൽ. ഇവിടെ മുറ്റത്തായിട്ട് നാച്ചുറൽ സ്റ്റോൺ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ മിഡിലായിട്ടൊരു പാത്ത് വേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടുണ്ട്. നല്ല രസമായിട്ടുണ്ട്. ഇത് പ്ലാസ്റ്റർ ഓഫ് പാരീസിലാണ് ചെയ്തിരിക്കുന്നത്. കലാത്തിയ പ്ലാന്റ്സും മറ്റ് പ്ലാന്റ്സ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ സൈഡിലോട്ട് വരികയാണെങ്കിൽ ഈ ഒരു പോണ്ട് ചെയ്തിരിക്കുന്നുണ്ട്. അതൊക്കെ ഇവിടുത്തെ മോൻ്റെ കൺസെപ്റ്റിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടൊരു പോണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇങ്ങനെ ആമ്പലൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമുക്കിനി ഉള്ളിലെ കാഴ്ചകൾ കാണാം. അതിന് മുന്നേയായിട്ട് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു സൈഡിലാണ് ഇവിടെ ഷൂ റാക്ക് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഐഡിയ നല്ല രസമായിട്ടുണ്ട്. കാരണം അതിങ്ങനെ ഹൈഡ് ചെയ്തിരിക്കുകയും ചെയ്യും. എന്നാൽ ഭയങ്കര നീറ്റായിട്ട് ഷൂസൊക്കെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈഡിലാണ് കേട്ടോ ഷൂ റാക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ഈ ഒരു രണ്ട് സൈഡിലും പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മളെ വിൻഡോസും മെയിൻ ഡോറും ഒക്കെ ടീക്ക് വുഡിലാണ് വന്നിട്ടുള്ളത്. ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ കാർ പോർച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സിറ്റൗട്ടിലോട്ട് കയറിയിരിക്കുകയാണ്. ഈ ഒരു വോളിലായിട്ട് ഫുൾ നാച്ചുറൽ ക്ലാഡിംഗ് ആണ് കേട്ടോ, സ്റ്റോൺ ക്ലാഡിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ. അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്മസ് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് സ്റ്റാർസും ക്രിസ്മസ് ഡെക്കോസും ഒക്കെ കാണാൻ സാധിക്കും. നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു ഫിഷ് ടാങ്കും കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ ഫോമൽ ലിവിങ് ഹാള്. വളരെ മിനിമൽ ഇൻറ്റീരിയേഴ്സോട് കൂടിയിട്ട് എന്നാൽ നല്ല ഭംഗിയുള്ളൊരു ആംബിയൻസ് ഒക്കെ കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ലിവിങ് ഹാള് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് ഒരു TV യൂണിറ്റ് വന്നിട്ടുണ്ട്. ഒരു ചെറിയ പാർട്ടീഷൻ വന്നിട്ടാണ് നമ്മൾ ഡൈനിങ്ങിലോട്ട് വരുന്നത്. നമ്മളെ ഡൈനിങ്ങിലിരുന്നും TV വാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ 360 ഡിഗ്രിയിലാണ് കേട്ടോ ഈ ഒരു TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കൂടുതൽ ടൈം നമ്മുടെ ഫോമൽ ലിവിങ്ങിനെയും കാട്ടി സ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു ഡൈനിങ്ങിലായിരിക്കും. അതുപോലെ തന്നെ ഇവിടുന്ന് റൂംസും മുകളിലേക്ക് സ്റ്റെയർസും ഒക്കെ വരുന്നുണ്ട്. ഇവിടെ നല്ല ഭംഗിയുള്ളൊരു ഡൈനിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിലായിട്ട് ഇങ്ങനെ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ വരുന്നത് നമ്മുടെ ഒരു വാഷ് ഏരിയയിലോട്ടാണ്. അതിൻ്റെ ഈ ഒരു വോളിലായിട്ട് ഫുള്ളായിട്ട് ഇവിടെയും നാച്ചുറൽ ക്ലാഡിങ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു വാഷ് ബേസിനും ഒരു താഴെയൊരു സ്റ്റോറേജും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വരുന്ന ഇവിടുത്തെ കിച്ചണിലേക്കാണ്. ഇവിടെ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ചെയ്തിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ളൊരു കിച്ചണാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനൊക്കെ കൊടുത്തുകൊണ്ട് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കിച്ചൺ. നമ്മുടെ ഈ ഒരു കൗണ്ടറിൽ നോക്കുകയാണെങ്കിൽ കിച്ചൺ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു നല്ലൊരു പാൻട്രി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വിത്ത് ആക്സസറീസ് ആണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ താഴെയും മുകളിലും ഒക്കെ തന്നെ ധാരാളം സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഫേബറിൻ്റെ ഹുഡ് ആൻഡ് ഹോബാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് കൂടാതെ ഇവിടെ ഒരു വർക്കിംഗ് കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കിച്ചണിൽ യൂസ് ചെയ്തിരിക്കുന്നത് WPC ആണ്. ഇവിടെ ഇത് കൂടാതെ ഒരു വർക്കിംഗ് കിച്ചണും പിന്നെ ഒരു യൂട്ടിലിറ്റി കിച്ചൺ കൂടിയുണ്ട്.
നിങ്ങളൊരു കാര്യം അറിയിക്കുകയാണ്. ഞാനൊരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ത്രൈവ് യാറ എന്നാണ് കേട്ടോ പേര്. അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സും അതുപോലെ ഹോം ഡെക്കേഴ്സ് ഒക്കെയാണ്. അപ്പോൾ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ കുറച്ച് ഡെക്കർ ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വെറും ഡെക്കേഴ്സ് മാത്രമല്ല, ക്രോക്കറി ഐറ്റംസ് ആണ്. സെറാമിക്കിൻ്റെ കണ്ടെയ്നേഴ്സും ബൗൾസും ഒക്കെയാണ്. നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് കിച്ചണിലും വീട്ടിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് കേട്ടോ. നമുക്കെല്ലാം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന കണ്ടെയ്നേഴ്സും ജാർസും ബൗൾസും ഒക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പുതിയ വീട് സെറ്റ് ചെയ്യുമ്പം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്കൊരു ഫംഗ്ഷൻ വരുമ്പം സെറ്റ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി ജാസൊക്കെയാണ് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ചും ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സാൻഡായുടെ ജാസൊക്കെ വന്നിട്ടുണ്ട്. നല്ല വോളിയത്തിലൊക്കെ ഉള്ള ജാസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പേജിൻ്റെ നമ്പർ ഞാൻ കൊടുത്തിരിക്കാം. വാട്സപ്പ് ത്രൂ കോൺടാക്റ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ പേജായ നിഷാസ് ഡ്രീം ഓർ ത്രൈവ് യാറ എന്ന് പറഞ്ഞ പേജിലൂടെയോ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഓൾ ഇന്ത്യ ഓൺലൈൻ ഡെലിവറിയും അവൈലബിൾ ആണ്. ഇനി നമ്മുടെ ഈ ഒരു സ്റ്റെയർ സ്പേസിൻ്റെ താഴെയായിട്ട് ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒരു ഹിഡൻ ഡോർ വന്നിട്ടുണ്ട്. ഇത് കോമൺ ബാത്റൂമാണ്. ഇവിടുത്തെ ബെഡ്റൂംസിലോട്ട് നമ്മൾ കയറി വരുമ്പോൾ ഫസ്റ്റായിട്ട് ഈ ഒരു ഭാഗത്താണ് ബാത്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം ഈ ഒരു വിൻഡോ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു കുഷ്യൻ സെറ്റ് ചെയ്തിട്ട് നമുക്കൊരു എന്താ പറയുക സീറ്റിംഗ് സ്പേസ് ചെയ്തിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് കൊടുത്തുകൊണ്ട് മുകളിൽ ഇങ്ങനെ കുഷ്യനൊക്കെ വന്നിട്ടുള്ളൊരു സീറ്റിംഗ് സ്പേസ് ആണ്. അതുപോലെ നമ്മുടെ വിൻഡോസ് കൊടുത്തിരിക്കുന്ന കണ്ടില്ലേ, ഈ ഒരു മിഡിൽ പോർഷനിൽ ഗ്ലാസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വെളിയിലോട്ടുള്ളൊരു വ്യൂ നല്ല രീതിയിൽ കിട്ടുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഭംഗിയുള്ള ലാൻഡ്സ്കേപ്പിംഗ് കൂടി ആയതുകൊണ്ട് നല്ല രസമാണ് ഇവിടുന്ന് പുറത്തോട്ടുള്ള വ്യൂ കാണാൻ. ഇവിടുത്തെ ബ്ലൈൻഡ്സും കർട്ടൻസും ഒക്കെ ചെയ്തിരിക്കുന്നത് ദുബായ് കർട്ടൻസ് ആണ്. നമ്മളെപ്പോഴും വീട് ചെയ്യുമ്പം എല്ലാവരും ചോദിക്കാറുണ്ട് ബ്ലൈൻഡ്സ് ചെയ്തത് ആരാ, കർട്ടൻ വർക്ക് ചെയ്തത് ആരാന്നൊക്കെ. അപ്പോൾ ഇവിടെ ഈ വീടിൻ്റെ ഫുൾ ബ്ലൈൻഡ്സ് ആൻഡ് കർട്ടൻ വർക്ക് ചെയ്തിരിക്കുന്നത് ദുബായ് കർട്ടൻസ് ആണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ മെൻഷൻ ചെയ്തേക്കാം. നമ്മുടെ ഒരു ലാൻഡിംഗ് പോർഷനിലായിട്ട് ഇവിടുത്തെ വിൻഡോസ് കൊടുത്തിരിക്കുന്നത് ഫിക്സഡ് ഗ്ലാസ് വിൻഡോസ് ആണ്. ഷിയർ കർട്ടൻസും കൂടി കൊടുത്തിരിക്കുന്നതുകൊണ്ട് നല്ലൊരു ലൈറ്റിംഗ് നമുക്ക് ഉള്ളിലേക്ക് കിട്ടും. ഇവിടെ സ്ട്രക്ചറിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർസ് വുഡാണ് കേട്ടോ സ്റ്റെപ്സിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റെയിലും വുഡും സ്ക്വയർ ട്യൂബ്സും ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുകളിലോട്ട് വരുമ്പം ഇവിടെയും വിശാലമായ ഒരു ഹാളാണ്. ഇനി നമ്മൾ വരുന്നത് മുകളിലത്തെ ബെഡ്റൂമിലാണ്. ഇവിടെ ഈ ഒരു ബാത്റൂമിൻ്റെ ഡോറ് തന്നെ ഫുൾ ഗ്ലാസ്സിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു മിററിൻ്റെ ആവശ്യം വരുന്നില്ല. ഇവിടെ ഇങ്ങനൊരു 2 ഡോർ വാർഡ്രോബ് ചെയ്തിരിക്കുന്നു. പിന്നെ ഏറ്റവും ഇവിടുത്തെ ഭംഗി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നമുക്ക് വെളിയിലോട്ടുള്ള ഈ ഒരു സ്പേസ് തന്നെയാണ്. ഈ ഒരു റൂമിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബാൽക്കണി പോർഷനാണ്. നമുക്കിവിടെ ഇങ്ങനെ സ്ലൈഡിങ് ഗ്ലാസ് ഡോർസാണ് ചെയ്തിരിക്കുന്നത്. UPVCയിലാണ് ചെയ്തിട്ടുള്ളത്. അതും ഇവിടെ കർട്ടൻസ് ഉണ്ടല്ലോ, നല്ല ഫാബ്രിക്കിലുള്ള ഒരു കർട്ടനാണ് കേട്ടോ ഈ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഒരു ഷിയർ കർട്ടനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ദുബായ് കർട്ടൻസ് ആണ്. ബാൽക്കണി ഇങ്ങനെ നമുക്കിത് എത്രയും ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള റൂമായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും, നല്ലൊരു വ്യൂ കിട്ടുകയും ചെയ്യും.
അപ്പോൾ നമ്മൾ ഈ ഒരു വീടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. 2100 സ്ക്വയർ ഫീറ്റിൽ 11 സെൻറ്റ് പ്ലോട്ടിൽ ചെയ്തിട്ടുള്ള മനോഹരമായൊരു വീടാണ്. അപ്പോൾ ഈ ഒരു വീടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഹൈപ്പ് ഓപ്ഷനിൽ ഹൈപ്പ് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഇപ്പോൾ ഈ ഒരു വീട് കണ്ടപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്കുള്ള എന്തെങ്കിലും ഒരു ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസാണ് കാണാൻ താല്പര്യം എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.